ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ സ്റ്റുഡിയോ. അപ്പോൾ ഇന്നലെ ചെന്നൈ സൂപ്പർ കിങ്സ് വേഴ്സസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ടീം കമ്പാരിസൺ വീഡിയോ ആയിരുന്നു ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നത്. സി എസ് കെയും ആർ സി ബിയും തമ്മിലുള്ള. നമുക്കറിയാം, ഇന്ത്യൻ ക്രിക്കറ്റിൽ അല്ലെങ്കിൽ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ IPL തന്നെ ഫാൻ ബേസിൽ ആരാധക കൂട്ടായ്മയിൽ മുൻപിലുള്ള രണ്ട് ടീമുകൾ തന്നെയാണ് സി എസ് കെയും ആർ സി ബിയും. രണ്ട് മികച്ച ടീമുകൾ. ചെന്നൈ 5 തവണ കിരീടം നേടിയപ്പോൾ ബാംഗ്ലൂരിന് ഇതുവരെയും ആ ഒരു കന്നി കിരീടം നേടാൻ സാധിച്ചിട്ടില്ല. സോ അതൊക്കെ പഴങ്കഥയെ തന്നെ നിൽക്കട്ടെ. നമുക്കറിയാം, അപ്പോൾ ഇന്നലെ CSK വേഴ്സസ് RCB ടീം കമ്പാരിസൺ ആയിരുന്നു ചെയ്തതെങ്കിൽ ഇന്നിതാ വന്നിട്ടുള്ളത് IPL രണ്ട് മികച്ച ക്യാപ്റ്റന്മാരുടെ, രണ്ട് മികച്ച യുവ ക്യാപ്റ്റന്മാരുടെ ടീമുകളുടെ കമ്പാരിസൺ വീഡിയോയുമായിട്ടാണ്. സോ വീഡിയോ മാക്സിമം നിങ്ങൾ സ്കിപ്പ് അടിക്കാതെ മുഴുവൻ കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ കൂടുതൽ വാർത്തകൾക്കായി മേക്ക് സ്റ്റുഡിയോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇന്നലെ CSK വേഴ്സസ് RCB കമ്പാരിസൺ ആയിരുന്നു ചെയ്തതെങ്കിൽ ഇന്നിതാ വന്നിട്ടുള്ളത് ഒരു ഇന്ത്യൻ ക്രിക്കറ്റിലെ രണ്ട് മികച്ച യുവ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻമാരുടെ ക്യാപ്റ്റൻസിയിലുള്ള രണ്ട് ടീമുകളുടെ കമ്പാരിസൺ വീഡിയോയുമായിട്ടാണ്. ഒന്ന് മലയാളി ക്യാപ്റ്റൻ സഞ്ജു സാംസൺ, വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ മലയാളി താരം സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസും, അതോടൊപ്പം തന്നെ യുവതാരമായിട്ടുള്ള ഋഷഭ് പന്തിൻ്റെ, വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ഋഷഭ് പന്തിൻ്റെ നേതൃത്വത്തിലുള്ള ഡൽഹി ക്യാപിറ്റൽസിൻ്റെ ടീം കമ്പാരിസൺ വീഡിയോയുമായിട്ടാണ്. നമുക്കറിയാം, ഡൽഹി ക്യാപിറ്റൽസ് കഴിഞ്ഞ സീസണിൽ ശ്രേയസ് അയ്യർക്ക് പകരക്കാരനായിട്ടായിരുന്നു ഋഷഭ് പന്തിനെ സീസൺ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഡൽഹി ക്യാപ്റ്റനെ പ്രഖ്യാപിച്ചതെന്നാൽ കാർ ആക്സിഡന്റിനെ തുടർന്ന് താരത്തിന് കഴിഞ്ഞ IPL സീസൺ മുഴുവനായി തന്നെ കളിക്കാൻ സാധിച്ചിരുന്നില്ല. അതിനാൽ തന്നെ ഓസ്ട്രേലിയൻ താരമായിട്ടുള്ള ഡേവിഡ് വാർണറായിരുന്നു ഡൽഹിയെ ക്യാപ്റ്റൻ ചെയ്തത്. എന്നാൽ ഇത്തവണ പരിക്കെല്ലാം മാറി ക്യാപ്റ്റൻ പുതിയ ഉണർവുമായി ടീം മാനേജ്മെൻറ്റിലേക്ക് അല്ലെങ്കിൽ ടീമിലേക്ക് തിരിച്ചെത്തുന്ന പ്രതീക്ഷ അല്ലെങ്കിൽ ഒരു പുത്തനുണർവിലാണ് ഡൽഹി മാനേജ്മെൻറ്റ്. അതിനാൽ തന്നെ ലേലത്തിലും മികച്ച പ്രകടനം തന്നെയായിരുന്നു ഡൽഹി ക്യാപിറ്റൽസ് കാഴ്ചവെച്ചത്. മറുവശത്ത് രാജസ്ഥാൻ റോയൽസ് വേറെ ഒരു ലെവൽ തന്നെയാണെന്ന് പറയാം. നമുക്കറിയാം, മലയാളി നായകൻ സഞ്ജു സാംസന്റെ നേതൃത്വത്തിൽ തുടർച്ചയായ 3-ാം സീസണാണ് രാജസ്ഥാൻ റോയൽസിൻ്റേത്. സഞ്ജു ക്യാപ്റ്റനായ ശേഷം തുടർച്ചയായ 2 സീസണുകളിൽ ഭേദപ്പെട്ട അല്ലെങ്കിൽ മികച്ച ആവറേജിന് മുകളിലുള്ള പ്രകടനമായിരുന്നു RR ടീം കാഴ്ചവെച്ചത്. നമുക്കറിയാം, മലയാളി നായകൻ ക്യാപ്റ്റൻസി ഏറ്റെടുത്ത ആദ്യ സീസണിൽ തന്നെ രാജസ്ഥാൻ റോയൽസ് ഫൈനൽ കളിച്ചിരുന്നു. എന്നാൽ കലാശപ്പോരാട്ടത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനോട് തോൽവി വഴങ്ങാനായിരുന്നു RRന്റെ വിധി. കഴിഞ്ഞ സീസണിലും സെമി ഫൈനലിലേക്ക് എത്തുമെന്ന പ്രതീക്ഷ നൽകിയ ശേഷം അവസാന ലാപ്പിലായിരുന്നു RR പടിയിറങ്ങിയത്. സോ അതെല്ലാം പഴങ്കഥകളാക്കിക്കൊണ്ട് ഇത്തവണ തങ്ങളുടെ ആദ്യ കിരീടം, അല്ലെങ്കിൽ നമുക്ക് രാജസ്ഥാൻ റോയൽസ് ഓൾറെഡി ഒരു കിരീടം നേടിയിട്ടുണ്ട്. പക്ഷേ സഞ്ജു സാംസന്റെ നേതൃത്വത്തിൽ ആ ഒരു ആദ്യ കിരീടം, അതോടൊപ്പം ഡൽഹിക്കും ആദ്യ IPL കിരീടം എന്ന ലക്ഷ്യത്തോടെയാണ് ഇരു ടീമുകളും ഇത്തവണ അംഗത്തിനിറങ്ങാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ശരിക്കും IPL-നേക്കാൾ ഉപരി ഇന്ത്യൻ ഭാവി വാഗ്ദാനങ്ങൾ, ഇന്ത്യൻ ടീമിലേക്കുള്ള അവസരം കാത്തിരിക്കുന്ന രണ്ട് താരങ്ങൾ. നമുക്ക് ഋഷഭ് പന്ത് ഓൾറെഡി പരിക്കേൽക്കുന്നതിന് മുൻപ് വരെ ഇന്ത്യൻ ടീമിൽ സ്ഥിര അംഗമായിരുന്നു. അദ്ദേഹത്തിന് കാർ ആക്സിഡൻറ്റ് പരിക്കേറ്റ് തുടർന്നാണ് നിലവിൽ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ, നിലവിൽ ഇന്ത്യയുടെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറായിട്ട് KL രാഹുലിനെ പ്രൊമോഷൻ ചെയ്തിട്ടുള്ളത്. സഞ്ജു സാംസന്റെ കാര്യം മറ്റൊരു ലെവലിൽ. നമുക്കറിയാം, സഞ്ജുവിന് ഇതുവരെ അധികം അവസരങ്ങൾ ലഭിച്ചിട്ടില്ല ഇന്ത്യൻ ടീമിൽ. സോ അതിനാൽ തന്നെ തങ്ങളുടെ എബിലിറ്റികൾ കുറച്ചുകൂടി പ്രൂവ് ചെയ്യാൻ, പന്തിനാണെങ്കിൽ ആ ഒരു ഫിറ്റ്നസ് വീണ്ടെടുത്ത് കളിക്കളത്തിലേക്ക് തിരികെ വന്ന് തൻ്റെ ആ ഒരു റോൾ ഒന്ന് കുറച്ചുകൂടി പ്രൂവ് ചെയ്യാനുള്ള എബിലിറ്റിയാണ് ഋഷഭ് പന്തിനെങ്കിൽ സഞ്ജു സാംസനെ സംബന്ധിച്ച് ടീമിൽ ഇടം നേടാനുള്ളൊരു എബിലിറ്റി അല്ലെങ്കിൽ ഒരു അവസരം കൂടിയായിരിക്കും. സോ ഡൽഹി ക്യാപിറ്റൽസ് വേഴ്സസ് സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസ്. അപ്പോൾ ഞാൻ ഒരു ബാറ്റിംഗ് പവർ റാങ്കിങ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു ബാറ്റിംഗ് പവർ റാങ്കിങ്ങിൽ 4-ാം സ്ഥാനത്തായിരുന്നു രാജസ്ഥാൻ റോയൽസിൻ്റെ ഞാൻ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ അവസാന സ്ഥാനത്ത് 10-ാം സ്ഥാനത്തായിരുന്നു ഡൽഹി ക്യാപിറ്റൽസിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും അത് തമ്മിൽ വളരെ അന്തരമുള്ള രണ്ട് ടീമുകൾ എന്ന് പറയാം. ഡൽഹിയിൽ നിന്ന് തന്നെ തുടങ്ങാം. ഡൽഹി ക്യാപിറ്റൽസിൻ്റെ സ്കോർ നോക്കുകയാണെങ്കിൽ ക്യാപ്റ്റൻ ഋഷഭ് പന്ത്, പൃഥ്വി ഷാ, ഡേവിഡ് വാർണർ, ഷായ് ഹോപ്പ്, ട്രിസ്റ്റൻ സ്റ്റാബ്സ്, ഹാരി ബ്രൂക്ക്, മിച്ചൽ മാർഷ്, അക്സർ പട്ടേൽ, പ്രവീൺ ദുബെ, വിക്കി ഓസ്വാൾ, യഷ് ദുൾ അണ്ടർ-19 ക്യാപ്റ്റനായിരുന്നു ഇന്ത്യൻ ടീമിൻ്റെ. യഷ് ദുൾ, സുമിത് കുമാർ, അഭിഷേക് പോറൽ, കുമാർ കുഷാഗ്ര, റിക്കി ബോയ്, സ്വാസ്തിക് ചിക്കാര, ലുങ്കി എൻഗിഡി, മുകേഷ് കുമാർ, ആൻഡ്രിഷ് നോർക്കിയ, ഇഷാന്ത് ശർമ്മ, ഖലീൽ അഹമ്മദ്, റാസിക് ധാർ, ജയ് റിച്ചാർഡ്സൺ, ലളിത് യാദവ്, മിച്ചൽ മാർഷ് എന്നിവരാണ് ഡൽഹി ക്യാപിറ്റൽസിൻ്റെ സ്ക്വാഡ് എന്ന് പറയുന്നത്. ഇനി സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസിലേക്ക് വരികയാണെങ്കിൽ ശരിക്കും വളരെ മികച്ച ഒരു സ്കോഡ് തന്നെയാണ് സഞ്ജു സാംസൺ ഇത്തവണയും റോയൽസിൽ ലഭിച്ചിട്ടുള്ളത്. നായകൻ സഞ്ജു സാംസന് പുറമെ ബാറ്റിങ്ങിൽ വെടിക്കെട്ട് തീർക്കാൻ കെൽപ്പുള്ള ഇംഗ്ലീഷ് നായകൻ ജോസ് ബട്ട്ലറും, ധ്രുവ് ജൂറലും, ഡൊണോവൺ ഫെറേരയും, കുനാൽ റാത്തോറും, ഷിമ്രോൺ ഹെഡ്മയറും, യശസ്വി ജോയ്സ്വാളും, ശുഭം ഡ്യൂബയും, ടോം കാഹ്ലർ-കാഡ്മോർ യുവതാരം. ഇത്തവണ കഴിഞ്ഞ ബിഗ് ബാഷ് ലീഗിലൊക്കെ മികച്ച വെടിക്കെട്ട് പ്രകടനം നടത്തിയ താരമായിരുന്നു ടോം കാഹ്ലർ-കാഡ്മോർ. റോമാൻ പവൽ, രവിചന്ദ്രൻ അശ്വിൻ, റിയാൻ പരാഗ്, അഭിത് മുഷ്താഖ്, ആദം സാംബ, ആവേശ് ഖാൻ, കുൽദീപ് സെൻ, നവദീപ് സൈനി, പ്രസീദ് കൃഷ്ണ, സന്ദീപ് ശർമ്മ, ട്രെൻ ബോൾട്ട്, യുസ്വേന്ദ്ര ചഹൽ, നന്ദ്രെ ബർഗൻ എന്നിവരടങ്ങുന്ന മാരക ബോളിംഗ് നിരയുമാണ് ഇത്തവണ റോയൽസിൻ്റെ സ്കോഡിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ശരിക്കും കട്ടയ്ക്ക് നിൽക്കുന്ന രണ്ട് ടീമുകൾ എന്ന് പറയാം.
ഇപ്പോൾ നമുക്കിനി റോയൽസിൻ്റെ മെയിൻ ഇതിൽ നിന്ന് അനലൈസ് ചെയ്യുക. നമുക്കറിയാം ബാറ്റിങ്ങിൽ വെടിക്കെട്ട് തീർക്കാൻ കെൽപ്പുള്ള വമ്പൻ താരങ്ങളാണ് റോയൽസിൻ്റെ സ്ക്വാഡിലുള്ളത്. നായകൻ സഞ്ജു സാംസണും ഓപ്പണിങ്ങിൽ ഇംഗ്ലീഷ് നായകൻ ജോസ് ബട്ട്ലറും യശസ്വി ജയ്സ്വാളും നൽകുന്ന മികച്ച തുടക്കം തന്നെയാണ് ആർ മുന്നോട്ടുള്ള പോക്കിന് പ്രയാണം. പിന്നീട് വരുന്ന ക്യാപ്റ്റൻ സഞ്ജു സാംസണും അതോടൊപ്പം തന്നെ വെടിക്കെട്ട് പ്രകടനം നടത്താൻ കെൽപ്പുള്ള ഷിംറോൺ ഹെറ്റ്മെയറും യുവതാരങ്ങളായ ധ്രുവ് ജൂറലും ഒപ്പം ഇത്തവണ ടീമിലേക്ക് നമുക്കറിയാം പുതിയ താരമായി വന്നിട്ടുള്ള ലേലത്തിലൂടെ ഓപ്ഷനിലൂടെ സ്വന്തമാക്കിയ വെസ്റ്റ് ഇൻഡീസ് താരം റോമാൻ പാവലുമായിരിക്കും ഇത്തവണ രാജസ്ഥാൻ റോയൽസിൻ്റെ ബാറ്റിംഗ് അല്ലെങ്കിൽ 11-ൽ ആദ്യം ടോപ്പ് ഓർഡറിൽ വരാൻ പോകുന്നത്. സോ ടോപ്പ് ഓർഡറിൽ തന്നെ മികച്ച സ്കോർ കണ്ടെത്താനുള്ള വമ്പൻ ബാറ്റിംഗ് നിരയാണ് സഞ്ജു സാംസണിൻ്റെ റോയൽസിനുള്ളത്. ഓൾറൗണ്ടർമാരുടെ കാര്യത്തിലും മാത്രമാണ് ആറിന് ഇത്തിരി ഭയപ്പെടാനുള്ളത്. നമുക്കറിയാം ഓൾറൗണ്ടേഴ്സിൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ എക്സ്പീരിയൻസ്ഡ് താരം രവിചന്ദ്രൻ അശ്വിന് പുറമെ യുവതാരങ്ങളായ റിയാൻ പരാഗും അബിദ് മുഷ്താഖുമാണ് റോയൽസിൻ്റെ ഓൾറൗണ്ടേഴ്സായി വന്നിട്ടുള്ളത്. 3 ഓൾറൗണ്ടർമാരാണ് ഹോൾ ടീമിൽ ആറിനുള്ളത്. ബോളിങ്ങിൽ വളരെ മികച്ച ടീം തന്നെയാണ് രാജസ്ഥാൻ റോയൽസ്, അത് പറയാതിരിക്കാൻ ഒരു കാരണവശാലും പറ്റില്ല. നമുക്കറിയാം ന്യൂസിലാൻഡ് താരമായിട്ടുള്ള ട്രെന്റ് ബോൾട്ട് നേതൃത്വം നൽകുന്ന ബോളിംഗ് നിരയിൽ ഇന്ത്യൻ യുവതാരമായ പ്രസിദ്ധ് കൃഷ്ണയാണ് മികച്ച അല്ലെങ്കിൽ ഒരു കീ ബോളറെ ഫോക്കസ്ഡ് ബോളറെ വന്നിട്ടുള്ളതും. ഒപ്പം നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ പ്രസിദ്ധ് കൃഷ്ണയ്ക്ക് പകരം റീപ്ലേസ്മെൻറ്റായി വന്നിട്ടുള്ള സന്ദീപ് ശർമ്മ ഇത്തവണ റീറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ സീസണിൽ മികച്ച പ്രകടനമായിരുന്നു സന്ദീപ് കാഴ്ചവെച്ചത്. പുറമെ ഇത്തവണ LSGയിൽ നിന്നും ട്രേഡ് ചെയ്ത് വന്ന ആവേശ് ഖാൻ ഒപ്പം നവദീപ് സൈനി യുവതാരം കുൽദീപ് സെൻ കൂടി ചേരുന്നതോടുകൂടി ആറിൻ്റെ പേസ് ബോളിംഗ് നിര വളരെ ഭദ്രം തന്നെയാണ്. സ്പിന്നിലേക്ക് വരികയാണെങ്കിൽ സ്പിൻ ബോളിങ്ങിലേക്ക് വരികയാണെങ്കിലും ആറിന് പേടിക്കാനൊന്നുമില്ല. കറക്കി വീഴ്ത്താൻ കെൽപ്പുള്ള ലോകോത്തര സ്പിന്നർമാരടങ്ങുന്ന ബോളിംഗ് നിരയാണ് സ്പിന്നേഴ്സിൽ ആറിനുള്ളത്. യുസ്വേന്ദ്ര ചഹലും രവിചന്ദ്രൻ അശ്വിനും ഒപ്പം ഓസ്ട്രേലിയൻ താരമായിട്ടുള്ള ആദം സാംബയും ചേർന്ന സ്പിൻ ബോളിംഗ് നിരയും രാജസ്ഥാൻ റോയൽസിൻ്റെ വളരെ മികച്ച ബോളിംഗ് കരുത്ത് കൂട്ടുന്നത് തന്നെയാണ്. നമുക്കറിയാം ഇത്തവണ ഏതാണ്ട് 19ഓളം താരങ്ങളാണ് രാജസ്ഥാൻ റോയൽസിൻ്റെ സ്ക്വാഡിൽ വന്നിട്ടുള്ളത്. ഇനിയും 20 ലക്ഷം രൂപയാണ് ബാലൻസ് പേഴ്സ് ഇനിയും രാജസ്ഥാൻ റോയൽസിൻ്റെ അക്കൗണ്ടിലുണ്ട്. സോ ട്രേഡ് ഇവൻറ്റ് ഓപ്പണായി വരുന്ന സമയത്ത് കുറച്ചുകൂടി ബെറ്റർ താരത്തെ കൂടാരത്തിലേക്ക് എത്തിക്കാൻ രാജസ്ഥാന് പറ്റും. 20 ലക്ഷം രൂപ ഇനിയും രാജസ്ഥാൻ റോയൽസിൻ്റെ അക്കൗണ്ടിൽ ബാലൻസ് പേഴ്സേ വന്നിട്ടുണ്ട്. സോ അതിനാൽ തന്നെ ട്രേഡ് ഇവൻറ്റ് ഓപ്പണായി വരുന്ന സമയത്ത് രാജസ്ഥാൻ ഇനിയും ഒരു സൈനിങ് നടത്തും എന്ന് നമുക്ക് കരുതാം. മറുവശത്ത് ഡൽഹിയിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം ക്യാപ്റ്റൻ ഋഷഭ് പന്ത് എന്ന വെടിക്കെട്ട് ബാറ്റ്സ്മാൻ ഇത്തവണ ശരിക്കും ഋഷഭ് പന്തിൻ്റെ മടങ്ങിയവരോ തന്നെയായിരിക്കും ഡൽഹി മാനേജ്മെൻറ്റ് ഉറ്റുനോക്കുന്ന ഒരു പ്രധാന കാര്യം. ഓപ്പണിങ്ങിൽ യുവ താരം പൃഥ്വി ഷായും എക്സ്പീരിയൻസ്ഡ് താരം ഓസ്ട്രേലിയൻ താരം ഡേവിഡ് വാർണറും നൽകുന്ന മികച്ച തുടക്കം തന്നെയായിരിക്കും ഡൽഹിക്കുള്ള റൺ കുതിപ്പിന് ലക്ഷ്യം വയ്ക്കാൻ പോകുന്നത്. ഒപ്പം വെസ്റ്റ് ഇൻഡീസ് താരമായിട്ടുള്ള ഷായ് ഹോപ്പും ജൂനിയർ എബിഡി എന്ന വെളുപ്പിൽ അറിയപ്പെട്ട സൗത്ത് ആഫ്രിക്കൻ താരം ട്രിസ്റ്റൻ സ്റ്റബ്സും ഒപ്പം ഇത്തവണ ലേലത്തോടെ സ്വന്തമാക്കിയ ഇംഗ്ലീഷ് യുവതാരം ഹാരി ബ്രൂക്കും ചേർന്ന ടോപ്പ് ഓർഡർ ബാറ്റിംഗ് നിര വളരെ മികച്ചത് തന്നെയാണ്. ഓൾറൗണ്ടേഴ്സിലേക്ക് വരുവാണെങ്കിൽ ഓസ്ട്രേലിയൻ താരം മിച്ചൽ മാർഷും ഇന്ത്യൻ താരം അക്സർ പട്ടേലും എന്നിവരാണ് മെയിൻ ഡൽഹി ക്യാപിറ്റൽസിന് ഓൾറൗണ്ടേഴ്സായി വന്നിട്ടുള്ളത്. ബോളിങ്ങിലും ഡൽഹിക്ക് അത്ര പോരായ്മകളില്ല എന്ന് തന്നെ പറയാം. നമുക്കറിയാം യുവതാരം മുകേഷ് കുമാർ, സൗത്ത് ആഫ്രിക്കൻ താരം ലുങ്കി എൻഗിഡി, ഇഷാന്ത് ശർമ്മ, ഖലീൽ അഹമ്മദ്, ആൻഡ്രിച്ച് നോർക്കെ സൗത്ത് ആഫ്രിക്കൻ താരം എന്നിവരാണ് മെയിനായിട്ട് ഡൽഹി ക്യാപിറ്റൽസിൻ്റെ പേസ് ബോളിംഗ് നിരയിൽ വന്നിട്ടുള്ളത്. സ്പിൻ ബോളിങ്ങിലും ഒട്ടും ഭയപ്പെടാനില്ല. അക്സർ പട്ടേലും ഇന്ത്യൻ താരം കുൽദീപ് യാദവും എന്നിവരടങ്ങുന്ന സ്പിൻ ബോളിംഗ് നിരയും അത്ര മികച്ച തന്നെയാണ് ഡൽഹി ക്യാപിറ്റൽസിൻ്റെ സ്കോറിൽ. സോ അതിനാൽ തന്നെ കട്ടക്ക് നിൽക്കുന്ന 2 ടീമുകൾ എന്ന് വേണമെങ്കിൽ പറയാം. എന്നിരുന്നാലും കുറച്ച് ആധിപത്യം രാജസ്ഥാൻ റോയൽസിന് തന്നെയാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ബാറ്റിങ്ങിലും ബോളിങ്ങിലും ഏതാണ്ട് ഒരുപോലെ നിൽക്കുന്ന 2 ടീമുകളാണ്. ബാറ്റിങ്ങിലും ബോളിങ്ങിലും ഏതാണ്ട് സമാസമം നിൽക്കുന്ന ടീമാണ് രാജസ്ഥാൻ റോയൽസ് എങ്കിൽ ബാറ്റിങ്ങിൻ്റെ കാര്യത്തിൽ ഡൽഹിക്ക് ഭയപ്പെടാനൊന്നുമില്ല. എന്നാൽ ബോളിങ്ങിൻ്റെ കാര്യത്തിൽ കുറച്ച് ഇൻഎക്സ്പീരിയൻസ് അവരെ അലട്ടുന്നുണ്ടെന്ന് പറയാം. നമുക്കറിയാം ബോളിങ്ങിലേക്ക് പേസ് ബോളിങ്ങിൽ വരുവാണെങ്കിൽ യുവതാരങ്ങളായ മുകേഷ് കുമാർ, അതോടൊപ്പം തന്നെ സൗത്ത് ആഫ്രിക്കൻ താരം ലുങ്കി എൻഗിഡി, ആൻഡ്രിച്ച് നോർക്കെ, ഇഷാന്ത് ശർമ്മ, ഖലീൽ അഹമ്മദ് എന്നിവരടങ്ങുന്ന ബോളിംഗ് നിര അത്യാവശ്യം റൺസ് കൊടുക്കാൻ കെൽപ്പുള്ള ബോളിംഗ് നിര തന്നെ. സോ അത് തന്നെയായിരിക്കും നായകൻ ഋഷഭ് പന്തിൻ്റെ ഉറക്കമില്ലായ്മയ്ക്ക് കാരണം. എന്നിരുന്നാലും കാത്തിരുന്ന് തന്നെ കാണാം. കളി തുടങ്ങുമ്പോൾ IPL ആരംഭം തുടങ്ങുമ്പോൾ ഡൽഹി ക്യാപിറ്റൽസ് വേഴ്സസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം എങ്ങനെ ഇരിക്കും, അല്ലെങ്കിൽ ആരായിരിക്കും മികച്ച പ്രകടനം പുറത്തെടുക്കുക, ആരായിരിക്കും ഇത്തവണ IPL കിരീടം ഉയർത്തുക എന്ന് കാത്തിരുന്ന് തന്നെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി സ്റ്റുഡിയോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.